വളരെ മോശം, വളരെ മോശം. ഒരാപത്ത് വരുമ്പം കൂട്ടത്തിൽ നിൽക്കുന്നവനെ തള്ളിപ്പറയുന്ന ഈ കോൺഗ്രസ് പ്രസ്ഥാനമാണ് ഏറ്റവും വലിയ ദോഷം. ഉമ്മൻചാണ്ടിക്ക് ഒരു പെൺവിഷയം കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ കൂടെയുള്ളവർ തന്നെ പാളയത്തിൽ പടയ്ക്കൊരുങ്ങി മുടിപ്പിച്ച് ആ പ്രസ്ഥാനത്തെ മുടിപ്പിച്ച് തേച്ച് കഴുകി 10 വർഷം LDFന് കൊടുത്തു. വീണ്ടും അതേപോലൊരു പ്രശ്നം വന്നപ്പോൾ നിങ്ങൾ ഒരുമിക്കാതെ കോൺഗ്രസ്സിൽ ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ കോൺഗ്രസ്സിന് വേരോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായിട്ട് നിങ്ങൾ കോൺഗ്രസ്സുകാർ തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ രാജിവെക്കാൻ പ്രേരിപ്പിക്കുകയാണ്. ഇപ്പോൾ ഭരണപക്ഷത്താണെങ്കിൽ എത്ര പീഡനവീരന്മാരും മറ്റുള്ള സകല തെളിവുകളും പോലീസ് സ്റ്റേഷൻ കേസുമായിട്ട് വന്നിട്ട് അവരാരും രാജിവെച്ചൊന്നുമില്ല, അവർക്കൊന്നും പ്രശ്നമൊന്നുമില്ലല്ലോ. കാരണം ഇത് തീരുമാനിക്കേണ്ട കോടതിയാണ്. അത് ഈ ജനങ്ങൾക്കെല്ലാം അറിയാം. ഞാൻ ഇപ്രാവശ്യം 100% രാഹുൽ മാങ്കൂട്ടം രാജിവെച്ച കോൺഗ്രസ്സിൽ എന്നെക്കൊണ്ട് ഒരു 10-200 വോട്ട് ചിലപ്പം മറിക്കാൻ പറ്റും. കോൺഗ്രസ്സിന് ചെയ്യിക്കത്തില്ല. രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ട് ഈ കോൺഗ്രസ്സുകാർ രാജിവെപ്പിച്ചാൽ 100% വോട്ട് ചെയ്യത്തില്ല. ചെയ്യാൻ അറിയാവുന്നവരെ കൊണ്ട്, എനിക്കറിയാവുന്നവരെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കത്തുമില്ല. നേരെ മറിച്ച് അവൻ്റെ സത്യം കോടതി പറയട്ടെ, അന്നേരം നമ്മൾ അവനെ രാഹുൽ മാങ്കൂട്ടം കുറ്റക്കാരനെന്ന് വിധിക്കും. അല്ലാതെ നിങ്ങൾ ഈ കോൺഗ്രസ്സുകാർ ആ പഴയ ഉമ്മൻചാണ്ടിക്കെതിരെ ചെയ്ത പോലുള്ള വൃത്തികെട്ട പരിപാടിയായിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരല്ലേ. കാരണം ഇവിടുത്തെ ഈ ജനങ്ങളെ, മലയാളികൾ വെറും പൊട്ടന്മാരൊന്നുമല്ല. ഇതിൻ്റെയൊക്കെ പുറകിൽ ഒരുപാട് കളികളുണ്ടെന്നറിയാം. സത്യം പുറത്ത് വരട്ടെ. നമ്മളിപ്പോൾ ആരെയും വിമർശിച്ച് കൂട്ടത്തിലുള്ളവനെ പഴിയായിരുന്നതല്ല. പണ്ട് കർത്താവിനെ പത്രോസ് തള്ളിപ്പറഞ്ഞതുപോലെ 3 പ്രാവശ്യം കോഴി പോകുമ്പോൾ നീ എന്നെ തള്ളിപ്പറയുന്നു. കൂടെ നടന്ന യേശുവിൻ്റെ സകല അത്ഭുതവും കൊണ്ട പത്രോസ് യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. കാരണം അവനും ക്രൂശിക്കപ്പെടുമല്ലോ, അല്ലെ അവനും ഒറ്റപ്പെട്ടു പോകുമല്ലോ എന്നോർത്ത്. പക്ഷേ യേശുവിൻ്റെ മരണശേഷവും പുനരുദ്ധാനശേഷവും പത്രോസിന് ബോധോദയമുണ്ടായി. പത്രോസിൻ്റെ പ്രസംഗം കേട്ട് 10,000 മാനസാന്തരപ്പെട്ട് ക്രിസ്തുമതത്തിലേക്ക്. ആ ക്രിസ്തുമതത്തിന് എന്ത് വേരോട്ടം അവിടെ ഉണ്ടായി. റോമൻ സാമ്രാജ്യം പോലും ക്രിസ്തുമതം സ്വീകരിക്കേണ്ടപ്പെടേണ്ട അവസ്ഥയുണ്ടായി. യഹൂദര് ചെതറി ഓടേണ്ട അവസ്ഥയുണ്ടായി. ഇതൊക്കെ പറഞ്ഞ ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട്. നിങ്ങളൊന്ന് പുറകോട്ട് നോക്ക്. ഇറാനിൽ കയറി അടിച്ചത് ആരാ? മൊസാദിൻ്റെ ഒരു വനിതയാ. ഖലിയുടെ കൂടെ നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തതും മതം സ്വീകരിച്ച് അവസാനം അവരുടെ രഹസ്യങ്ങൾ മുഴുവൻ ചോർത്തി കൊടുത്തതും ഇസ്രായേൽ കയറി ഇറാനെ അടിച്ചതും ആരാ? ഒരു വനിതയാണ്. അപ്പോൾ ഏത് കാര്യത്തിനൊരു പ്രശ്നം ഉണ്ടാകും. അതറിയുന്നോടം വരെ നിങ്ങൾക്ക് ക്ഷമിക്കാനുള്ള മനസ്സിലല്ലേ കോൺഗ്രസ്സുകാരെ? ഇല്ലല്ലേ? നിങ്ങൾ ആ പാവം പിടിച്ചോടെ ഇത്രയും കോൺഗ്രസ് ഇപ്പം ആകപ്പാട് ഉമ്മൻചാണ്ടി വിഷയത്തിൽ നാറി തൂറി വാരി മെഴുകി എന്ന രീതിയിൽ ആക്കി തീർത്ത കോൺഗ്രസ്സുകാർ. അന്ന് അനിൽ ആൻ്റണി ആയിരുന്നല്ലോ അന്നത്തെ ഫേസ്ബുക്കിൻ്റെ, നിങ്ങളുടെ ഫേസ്ബുക്കും പോട്ടെ, ഈ ടെലികമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ സൈബർ പോരാളിയുടെ മെയിൻ ആളായിട്ടിരുന്നത്. അവനിപ്പോൾ BJPയിലും പോയി. നശിപ്പിച്ച് തേച്ച് കഴുകി പാവം പിടിച്ച്, അല്ലെ വീണ്ടും ഉമ്മൻചാണ്ടി 15 വർഷമായി കേരളം ഭരിച്ചതന്നെ. തേച്ച് കഴുകി ഉടുപ്പിച്ച് ഇപ്പോൾ വീണ്ടും നിങ്ങൾ അതേപോലൊരു നല്ലൊരു നേതാവ് വന്നപ്പം നിങ്ങൾ ആ നേതാവിനെയും കൂടെ നിങ്ങൾ കരിവാരി തേക്കുന്ന രീതിയിലേക്ക് കോൺഗ്രസ്സുകാർ അതപ്പതിക്കുക അല്ലേ? നമ്മൾ ഞാൻ LDFും UDFും പൂർണ്ണമായിട്ട് നിൽക്കുന്ന ഒരാളൊന്നുമല്ല. ഞാൻ സത്യത്തിൻ്റെ കൂടെ എപ്പോഴും നിലകൊള്ളുന്നവരാണ്, നല്ലതിൻ്റെ കൂടെ നിലകൊള്ളുന്നവരാണ്. എനിക്ക് വ്യക്തിപരമായ ഒരു രാഷ്ട്രീയമൊന്നുമില്ല. നല്ലത് നാടിൻ്റെ നന്മ. ഞാൻ ഇന്നാളും പറഞ്ഞല്ലോ, മതേതര രാജ്യമാണ്, ജനാധിപത്യ രാജ്യമാണ്. ഞാൻ ഈ ഇന്ത്യയുടെ ഭാരത് നമ്മുടെ കേരളത്തിൻ്റെ നന്മ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്. ഞാൻ നല്ലതിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന വ്യക്തിയാണ്. ഒരു നല്ല നേതാവ് മുന്നോട്ട് കടന്നു വരട്ടെ. സത്യം തീരുമാനിക്കാൻ നമുക്ക് കോടതിയുണ്ട്, ഭരണഘടനയുണ്ട്, വിധിയുണ്ട്. ഇതുതന്നെയാണ് LDF സർക്കാരിൻ്റെ കാലത്തും പല പീഡന കേസുകളും പല സംഭാഷണങ്ങളും രംഗത്ത് വന്നപ്പോൾ അവരും പറഞ്ഞത്. നമ്മളതിനെ സമ്മതിച്ചു എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ ആ ഒരു ഇത് സ്വീകരിച്ചു കൂടാ? എന്ത് തെളിവും ആയിക്കോട്ടെ. അവൻ കുടുംബമൊന്നും ഉള്ളവനല്ലല്ലോ, അവൾക്കും കുടുംബമൊന്നും ഉള്ളവളല്ലല്ലോ, അവൻ്റെ സ്വന്തം കുടുംബം കളഞ്ഞിട്ടൊന്നും അല്ലല്ലോ, അവൻ വേറൊരു കുടുംബത്തിലെ ഒരുത്തൻ്റെ ഭാര്യയുടെ പുറകെയൊന്നും അല്ലല്ലോ അവൻ പോയത്. ഇതുപോലെ വാളാവോളയായിട്ട് നടക്കുന്ന പെണ്ണുങ്ങളെ പുറകെയല്ലേ ഏതാണെങ്കിലും പോയെന്നൊക്കെ ഇരിക്കും. ഞാൻ അവനെ ന്യായീകരിക്കുകയൊന്നുമല്ല. പക്ഷേ കോടതിക്കൊരു വിധി പറയാനൊരു അവസരം നിങ്ങൾ കൊടുക്കണം. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇത് തെറ്റോ ശരിയാതെ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കുന്നതായിരുന്നില്ല. പക്ഷേ സത്യം അറിയാതെ കൂടെയുള്ളവർ തള്ളിപ്പറഞ്ഞ് അവസാനം മൊത്തത്തിൽ നിങ്ങൾ നാറും. ഈ പ്രാവശ്യവും രാഹുൽ മാങ്കൂട്ടൻ രാജിവെച്ചാൽ കോൺഗ്രസ് ഈ കേരളം ഭരിക്കത്തില്ല, 100% ഉറപ്പാണ്. ഞാൻ പറഞ്ഞില്ലേ, തോൽപ്പിക്കാവുന്ന മാക്സിമം നമ്മളെപ്പോൾ ഉള്ളവർ നോക്കും.
നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തെ, ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരും, എനിക്ക് രാഹുൽ മാധവമായിട്ട് ഒരു ബന്ധവുമില്ല. ഞാൻ പുതുപ്പള്ളി മണ്ഡലം, ഇപ്പോൾ കോട്ടയം മണ്ഡലംകാരനാണ്. എനിക്ക് രാഹുൽ മാങ്കൂട്ടമായിട്ട് ഒരു ബന്ധവുമില്ല. ഇപ്പം ഞാൻ താമസിക്കുന്നത് പത്തനംതിട്ട റാന്നിയിലാണ്. പക്ഷേ എനിക്ക് അറിയത്ത് പോലും ഇല്ല. എന്നെ കോൺഗ്രസ് നേതാക്കന്മാർക്കും അങ്ങനെ അറിയത്തില്ല. എന്നെ അറിയാവുന്ന CF തോമസ് ഉമ്മൻചാണ്ടി ഉള്ളായിരുന്നു, അവരൊക്കെ മരിച്ചുപോയി. ജോബ് ബാക്ക് സാറിന് ചിലപ്പോൾ എന്നെ അറിയായിരിക്കും, വേറെ ആർക്കും എന്നെ അറിയത്തില്ല. ആൻറ്റോണി സാറ് പണ്ട് കോട്ടയത്ത് നിന്നപ്പോൾ അതൊക്കെ കുഞ്ഞില്ല, അതൊക്കെ പോട്ടെ. അതുപോലെ റസൽസ് സാറിന് നമ്മളെ അറിയാം. അങ്ങനെ കുറച്ച് പല നേതാക്കന്മാർ പറയും. എനിക്കങ്ങനെ വ്യക്തിപരമായ രാഷ്ട്രീയങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ നല്ലത് ചെയ്താൽ ഞാൻ അവരോട് നിൽക്കും, കോൺഗ്രസ്സുകാർ നല്ലത് ചെയ്താൽ കോൺഗ്രസ്സുകാരോട് നിൽക്കും. എനിക്ക് നാട് നന്നാകണമെന്നേ ഉള്ളൂ. അപ്പം ഞാനീ പറയുന്നത്, കോൺഗ്രസ്സുകാർ ഇത്തിരി ചെറ്റത്തരം കാണിച്ചാൽ നിങ്ങൾ ആടപാടല ഈ പ്രാവശ്യം പൂട്ടിക്കെട്ടും, മാങ്കൂട്ടത്തെ രാജിവെപ്പിച്ച. കാരണം സത്യം വിധിക്കേണ്ടത് കോടതിയാണ്. അവർക്ക് പരാതിയുള്ള പെണ്ണുങ്ങൾ കോടതി പോട്ടെ, കോടതി വരട്ടെ, വിധി വരട്ടെ, അവൻ ശിക്ഷിക്കപ്പെടട്ടെ. അന്ന് നമ്മളും അവനെ കുറ്റം പറയും. പക്ഷേ ഇപ്പം നിങ്ങൾ കൂടെയുള്ള ഒരുത്തര നാളും കൂടെ നടന്നേച്ച് അധികാരമോഹത്തിനും വേണ്ടിയും ഒരുത്തനെ അത് നല്ലൊരു നേതാവ്, സാധാരണക്കാരുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരുത്തനാണ്. കോൺഗ്രസ്സുകാർക്ക് ഇല്ലാത്തതും അതാ, LDFനുള്ളതും അതാ, കോൺഗ്രസ്സിന് ഇല്ലാത്തതും. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തെ എല്ലാ കൂട്ടത്തിലും പെടുത്താൻ പറ്റുന്ന ഒരു നേതാവും അറിവുകൊണ്ട് ഇല്ലായ്മക്കാരുടെ അടുത്ത് പ്രവർത്തിക്കുകയും ചെയ്യും. രാഹുൽ മാങ്കൂട്ടം ചെയ്ത കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, ഒക്കെ അതിന് വിധിയ കാര്യങ്ങളൊക്കെ വരട്ടെ. അപ്പം കോൺഗ്രസ്സുകാരെ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ തന്നെ നിങ്ങളുടെ കുഴി തോണ്ടരുത് കേട്ടോ. എനിക്കിത്രേ പറയാനുള്ളൂ.